സംരംഭകർക്ക് സൗഹാർദ്ദപരവും അനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ കേരളം ഒന്നാമതെത്തി. നൂതനമായ പരിഷ്കാരങ്ങളിലൂടെ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള പ്രക്രിയകൾ ഏകോപിപ്പിച്ചും വ്യവസായികൾക്കും പൗരന്മാർക്കും കാര്യക്ഷമമായ സേവനങ്ങൾ ഒരുക്കിയുമാണ് ഈ ചരിത്ര നേട്ടത്തിലേക്ക് നമ്മുടെ നാട് കാൽവെച്ചത്. രാജ്യത്തിന്റെ വ്യവസായ ഭൂപടത്തിൽ പരിഗണനാർഹമായ സ്ഥാനമില്ലാതിരുന്ന ഘട്ടത്തിൽ നിന്ന് വ്യാവസായിക കുതിപ്പിൽ ആദ്യ പടിയിലേക്കുള്ള സംസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന് ശക്തി നൽകിയത് നമ്മുടെ സർക്കാരിന്റെ ഉറച്ച നിലപാടുകളാണ്. ഇതാണ് കേരളത്തിലെ വ്യവസായ മന്ത്രി പി രാജീവ് ഇത്തവണ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സമൂഹമാധ്യമങ്ങളിലൂടെ നൽകിയ ഓണാശംസ. അപവാദങ്ങൾ കൊണ്ട് ചവിട്ടിത്താഴ്ത്തിയ കേരളത്തിലെ വ്യവസായ ലോകത്തെ സമൃദ്ധി കൊണ്ട് വീണ്ടെടുത്തതിന്റെ ആഹ്ലാദമായ സന്ദേശം. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതായി വന്നു. ബാക്കി എല്ലാത്തിലും ഒന്നാമതാണെങ്കിലും വ്യവസായത്തിൻ്റെ കാര്യത്തിൽ കേരളം പറ്റിയൊരിടമല്ല എന്ന ഒരു പ്രചാരവേല ലോകവ്യാപകമായി തന്നെ ശക്തമായിരുന്നു. പലതും വസ്തുതകൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും അതായിരുന്നു ഒരു മനോഭാവം എന്നുള്ളത്. അപ്പം അതിനെ മറികടക്കാൻ വലിയ ശ്രമം കേരള ഗവൺമെൻറ്, സംരംഭക സമൂഹം എല്ലാവരും ചേർന്ന് നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വ്യവസായം നടത്താൻ പറ്റുന്ന ഒന്നാമത്തെ ഇടം കേരളമെന്ന് യൂണിയൻ ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ച പശ്ചാത്തലമാണ്. അതുകൊണ്ട് കേരളം മാറിയിരിക്കുന്നു. കേരളം പഴയ കേരളമല്ല, സംരംഭകത്വത്തിന് ഏറ്റവും അനുകൂലമായ രാജ്യത്തിടമായി കേരളം മാറിയിരിക്കുന്നു എന്നതാണ് ആ സന്ദേശത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന് സ്ഥാപിക്കാൻ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള മാനദണ്ഡമാണ് രാജ്യത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ്. സംരംഭകരുടെ അഭിപ്രായത്തെ ആധാരമാക്കി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന ഈ പട്ടികയിൽ 2015 കേരളമെന്ന പേരേ ഉണ്ടായിരുന്നില്ല. 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ വ്യവസായ രംഗത്തെ ആ വെല്ലുവിളിയും ഏറ്റെടുത്തു. വ്യാവസായിക വളർച്ചയ്ക്കായി ഇച്ഛാശക്തിയോടെ മുന്നേറിയ സർക്കാർ കരുതലോടെ ചുവടുവെച്ചു. അതിന്റെ ഫലമെന്ന വണ്ണം 2020 കേന്ദ്ര വാണിജ്യ മന്ത്രാലയം തയ്യാറാക്കിയ പട്ടികയിൽ കേരളം 28ാം സ്ഥാനം നേടി. 2021 അത് 15ആക്കി ഉയർത്തി. ഇപ്പോഴിതാ വ്യവസായ സൗഹൃദ ലോകത്ത് ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനമെന്ന അഭിമാന നേട്ടത്തിന്റെ നെറുകയിലെത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കേരളം. ഒന്നാമതാണ് നമ്മൾ, ഇത് കേരളം, നവകേരളം. ഇവിടൊന്നാണ് നമ്മൾ, ഒന്നാമതാണ് നമ്മൾ, ഇവിടൊന്നാണ് നമ്മൾ, ഒന്നാണ് നമ്മൾ. വരൂ 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 ലോകമേ, ഇത് മലയാളത്തിൻ സംഗമം. പുതുലോകത്തിൻ കാലമായി, ഇനി പുതിയൊരു നാടിൻ നേരമായി. ഒന്നാണു നമ്മൾ, ഒന്നാമതാണു നമ്മൾ, ഇത് കേരളം, നവകേരളം. ഇവിടൊന്നാണ് നമ്മൾ, ഒന്നാമതാണു നമ്മൾ, ഇവിടൊന്നാണ് നമ്മൾ, ഒന്നാണു നമ്മൾ. സംരംഭക സമൂഹവുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി സ്വീകരിച്ച നടപടികൾ, നിയമത്തിൽ വരുന്ന മാറ്റം, 50 കോടി രൂപ വരെയുള്ള ഒരു നിക്ഷേപമാണെങ്കിൽ K-SWIFTൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം 3 വർഷത്തേക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് 50 കോടിക്ക് മുകളിലുള്ളതാണെങ്കിൽ അപേക്ഷ നൽകി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ, എല്ലാ രേഖകളോടും കൂടി അപേക്ഷയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന് അനുമതി നൽകാൻ കഴിയും എന്നുള്ള നിയമം പാസാക്കി. പരാതി പരിഹരിക്കാൻ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സംവിധാനം കൊണ്ടുവന്നു. എല്ലാ പരിശോധനകളും ഒരു സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവന്നു. MSME ആരംഭിക്കുന്നതിന് വേണ്ടി ഇയർ ഓഫ് എൻ്റർപ്രൈസസ് എന്ന വലിയൊരു പദ്ധതി, അതിൻ്റെ ഭാഗമായി നമുക്ക് 2 വർഷവും 6 മാസം പിന്നിടുമ്പോഴേക്കും 2,90,000 പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. വിവിധ വിദേശ കമ്പനികൾ ഉൾപ്പെടെ കേരളത്തിലേക്ക് നിക്ഷേപം എത്തിച്ചു. അപ്പോൾ വലിയ മാറ്റം കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നു. ഹർത്താലും അനാവശ്യ പണിമുടക്കും നോക്കുകൂലിയുമൊക്കെ ഉയർത്തിക്കാട്ടിയാണ് പലരും കേരളത്തെ വ്യവസായ സൗഹൃദമല്ലെന്ന് വിലയിരുത്തിയിരുന്നത്. തെറ്റായ ആ പ്രചാരണങ്ങളെ പ്രബുദ്ധതയോടെ നേരിട്ടും തിരുത്തേണ്ടത് തിരുത്തിയും കരുത്തുള്ള ഭരണത്തിന്റെ കരം പിടിച്ച് പല വികസന വിഷയങ്ങളിലുമെന്ന പോലെ കേരളം വ്യവസായ രംഗത്തും മുന്നേറി. ആരും വ്യവസായങ്ങളെ തടസ്സപ്പെടുത്തിയില്ല. അനാവശ്യ സമരങ്ങളും വ്യവസായികൾക്ക് പരാതികളും ഉണ്ടായില്ല. 2022-23 വ്യവസായ സൗഹൃദാന്തരീക്ഷമുള്ള സംസ്ഥാനങ്ങളുടെ ദേശീയ റാങ്കിങ്ങിൽ
ഒന്നാം സ്ഥാനമെന്ന ബഹുമതി നേടിയെടുത്ത് വിമർശകർക്ക് മുന്നിൽ നമ്മുടെ സർക്കാർ മധുരമായി മറുപടി നൽകി. ഞാനൊരു തവണയല്ല, ഒന്നിലധികം തവണ നമ്മുടെ പ്രധാനപ്പെട്ട വ്യവസായികളുടെ യോഗത്തിൽ സംബന്ധിച്ചപ്പോൾ നിങ്ങളുടെ അനുഭവം എന്താണ് എന്ന് ചോദിച്ചിരുന്നു. കേരളത്തിലെ മലയാളികളല്ലാത്തവരടക്കം ഇവിടെ വ്യവസായം നടത്തുന്നവർ അവർ പറഞ്ഞത്, ഞങ്ങൾ ഇത്ര കൊല്ലമായി കേരളത്തിൽ, ഇതേവരെ ഒരു പ്രയാസവും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഒരു ദിവസം പോലും തൊഴിലാളി പണിമുടക്ക് കൊണ്ട് എൻ്റെ ഫാക്ടറി സ്തംഭിച്ചു എന്ന് പറയാനില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അതേസമയം കേരളം എന്ന് പറയുന്നത് എന്തോ നിക്ഷേപത്തിന് പറ്റാത്തൊരു സ്ഥലമാണ് എന്നുള്ള പ്രചരണം വേറൊരു ഭാഗത്ത് അഴിച്ചുവിട്ടു. ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു നോക്കുകൂലിയായിട്ട് ബന്ധപ്പെട്ടത്. നമ്മളത് ട്രേഡ് യൂണിയനുകളുമായിട്ട് തന്നെ ചർച്ച ചെയ്തു. അത് പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞു. എന്നാൽ നല്ല മാറ്റം ഈ വ്യവസായ സൗഹൃദമാക്കി മാറ്റുന്നതിന് നടന്ന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് നമ്മുടെ അനുഭവമാണിപ്പോൾ. സംരംഭക വർഷം. അതെ, അത് വളരെ ആശ്ചര്യകരമായ കാര്യമല്ലേ. വ്യവസായ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളിൽ സംസ്ഥാനങ്ങളെ വേർതിരിച്ചു വിലയിരുത്തുന്ന വിധമാണ് കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ബിസിനസ് കേന്ദ്രിതമായ 2 പൗരകേന്ദ്രിതമായ 7 ഉൾപ്പെടെ 9 മേഖലകളിൽ നേട്ടം കൊയ്ത കേരളം നികുതി അടയ്ക്കലിലെ പരിഷ്കാരങ്ങളും യൂട്ടിലിറ്റി പെർമിറ്റുകൾ അനുവദിക്കലും കാര്യക്ഷമമായി നടപ്പാക്കി. ഓൺലൈൻ ഏകജാലക സംവിധാനം, പൊതുവിതരണം, ഗതാഗതം തുടങ്ങി 9 പൗരകേന്ദ്രിത മേഖലകളിൽ 1-ാം സ്ഥാനം നേടി സംരംഭകരുടെ അനുകൂലാഭിപ്രായം സ്വന്തമാക്കിയ സംസ്ഥാനം എല്ലാ മേഖലകളിലും സംരംഭകരെ ആകർഷിച്ചു. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ഇളവുകളും നയം മാറ്റങ്ങളും നടപടിക്രമ ലഘൂകരണവുമെല്ലാം മികവിലേക്ക് കുതിക്കാൻ കേരളത്തിന് കരുത്തു പകർന്നു. KSIDCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടും കേന്ദ്ര സർക്കാർ നിർവചിച്ചിരിക്കുന്ന റിഫോംസ് അഥവാ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്, അവ നേടിയെടുക്കുന്നതിന് എന്ത് സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രം ആണ് വിനിയോഗിക്കേണ്ടത് എന്നെല്ലാം തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വകുപ്പുകളുമായി നിരന്തരം കൂടിയാലോചനകൾ നടത്തുകയും അവരുമായി ബന്ധപ്പെട്ട് നടപടികൾ ത്വരിതഗതിയാക്കുവാൻ വേണ്ടി ആവശ്യമെങ്കിൽ മാനവശേഷി പോലും കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്തർദേശീയ രംഗത്ത് തന്നെ പ്രാധാന്യം നേടിയിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് ഈ കാര്യത്തിൽ വിനിയോഗിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ എല്ലാവരിൽ നിന്നും ലഭിക്കേണ്ട സർവേ, കൃത്യമായിട്ട് ആളുകളിൽ നിന്നുള്ള പ്രതികരണം, അത് ഏറ്റവും മികച്ച ഫലപ്രദമാക്കുവാൻ അവരെല്ലാവരുമായി നിരന്തരം സംവദിക്കാൻ വേണ്ടി മാധ്യമരംഗത്തുള്ള കൺസൾട്ടൻസും കൂടാതെ ഇതിനു വേണ്ടി മറ്റു തരത്തിലെല്ലാം തന്നെ ഇൻപുട്സ് നൽകാൻ സാധിക്കുന്ന വിദഗ്ധരുടെ ഉപദേശങ്ങളുമെല്ലാം സ്വീകരിച്ചിരുന്നു. അപ്രാപ്യമെന്നും അസംഭവ്യമെന്നും കരുതിയ നേട്ടങ്ങളാണ് 8 വർഷത്തിനിടയിൽ സംസ്ഥാനം സ്വന്തമാക്കിയത്. 20-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കി. കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് പുതിയ വ്യവസായങ്ങൾ ആരംഭിച്ചു. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കും ക്യാമ്പസ് വ്യവസായ പാർക്കുകൾക്കും ആരംഭം കുറിച്ചു. ആഗോള അക്കൗണ്ടിംഗ് കമ്പനിയായ GR8 അഫിനിറ്റി സർവീസസ്, IBM, നിസാൻ, ഗൈഡ് ഹൗസ്, IBS സോഫ്റ്റ്വെയർ, ഒറാക്കിൾ തുടങ്ങിയ ലോകോത്തര കമ്പനികൾക്ക് കേരളം ഒരു വേദിയാക്കി വ്യവസായം വിപുലമാക്കാൻ സാഹചര്യമൊരുക്കി. കേരളമൊരുക്കിയ വ്യവസായ സൗഹൃദത്തിൽ വമ്പൻ വ്യവസായികൾ മുതൽ ചെറുകിട സംരംഭകർ വരെ സന്തോഷത്തോടെ കൈകോർത്തു. കേരളം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ 1 ആയിട്ടുണ്ട്. അതിന് നമ്മൾക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും. കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ 1 ആണല്ലോ ഇപ്പോൾ കേരളം. നിങ്ങൾക്കെല്ലാവരും പത്രത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും കേരളം നമ്പർ 1 ആണ്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ പേപ്പറിലെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബുള്ളറ്റിൻ അനുസരിച്ച് കേരള ഈസ് വൺ ഓഫ് ദി ഈസി ഡൂയിങ് ബിസിനസ് നമ്പർ 1. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം, കുട്ടികൾക്ക് ജോലി വേണം. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ ഒരുപാട് പുരോഗതി വരുന്നുണ്ട്. അതോടുകൂടി തന്നെ അവിടുത്തെ നാഷണൽസിനും ജോലി വേണം. അപ്പോൾ ഇവിടെ കൂടുതൽ ജോലി സാധ്യതയ്ക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ വരേണ്ടത് ഭാവി തലമുറക്ക് ആവശ്യമാണ്. നല്ലൊരു വ്യവസായ ആശയവുമായി കേരളത്തിലെത്തിയാൽ വളരെ വേഗത്തിൽ
അയാൾക്ക് വ്യവസായം തുടങ്ങാൻ യാതൊരു തടസ്സങ്ങളുമില്ലാതെ വ്യവസായം തുടങ്ങാൻ ഉള്ളൊരു സാഹചര്യമാണ് ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത്. അതാണ് വ്യവസായ സൗഹൃദ സംസ്ഥാനത്തിൻ്റെ 1-ാം പട്ടികയിൽ കേരളത്തെ എത്തിച്ചത്. നമുക്കറിയാം, കേരളത്തിന് വളരെയേറെ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് IT മേഖല, ഹെൽത്ത് കെയർ മേഖല, ടൂറിസം മേഖല, വിദ്യാഭ്യാസ മേഖല, ഹോസ്പിറ്റാലിറ്റി, അങ്ങനെ എല്ലാ മേഖലകളിലും കേരളത്തിന് ആവശ്യമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളെ കിട്ടും. അതുപോലെ തന്നെ റോഡ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ലോകമാകെ അംഗീകരിക്കുന്ന നമ്മുടെ കേരളം, അങ്ങനെ മനോഹരമായുള്ള സ്ഥലത്ത് നമുക്ക് നല്ല നിലയിൽ ബിസിനസ് തുടങ്ങാൻ ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടം സഹായിക്കും. ചെറുകിട വ്യവസായ രംഗത്ത് കേരളത്തിന്റെ വളർച്ച ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. 2 വർഷത്തിനുള്ളിൽ 2.75 ലക്ഷം സംരംഭങ്ങൾക്ക് തുടക്കമിട്ട സംരംഭക വർഷം പദ്ധതിയിലൂടെ ദേശീയ തലത്തിൽ ബെസ്റ്റ് പ്രാക്ടീസ് അംഗീകാരം നേടിയ കേരളം 16,000 കോടിയുടെ നിക്ഷേപവും 5.5 ലക്ഷം തൊഴിലവസരവുമാണ് സൃഷ്ടിച്ചത്. മീറ്റ് ദി ഇൻവെസ്റ്റർ പദ്ധതി വഴി 11,000 കോടിയുടെ നിക്ഷേപം നേടിയെടുത്തു. 1,000 കോടി രൂപയുടെ നിക്ഷേപവും 3,000 തൊഴിലും പ്രതീക്ഷിക്കുന്ന മെഗാ ഫുഡ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു. സ്പൈസസ് പാർക്കിന്റെ നിർമ്മാണം തുടങ്ങി. 1,200 കോടിയുടെ പെട്രോ കെമിക്കൽ പാർക്കും കേരളത്തിൽ ഉടൻ യാഥാർത്ഥ്യമാവുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിക്ഷേപക സംരംഭക സൗഹാർദ്ദ നിലപാടുകൾ കൊണ്ട് ആർക്കും വലിയ പ്രയാസമൊന്നുമില്ലാതെ ഒരു സംരംഭം ആരംഭിക്കാവുന്നതാണ്. അതിന് കേരള വ്യവസായ വകുപ്പും കേരള സ്റ്റാർട്ടപ്പ് മിഷനും K-SWIFT പോലുള്ള സംവിധാനങ്ങളും നമ്മളെ സഹായിക്കും. സർക്കാരിൻ്റെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ നൂതന സാങ്കേതികവിദ്യ, IT, ഇലക്ട്രോണിക്സ് മേഖല എന്നിവയിലൊക്കെ ഒരുപാട് മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് സഹായകരമായ മറ്റൊരു സംവിധാനമാണ് കോവർക്ക് സ്പേസ്. ഒരാൾ മാത്രമുള്ള സംരംഭത്തിന് പോലും അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചർ, നന്നായി രൂപകൽപ്പന ചെയ്ത വർക്ക് സ്പേസുകൾ, മീറ്റിംഗ് റൂമുകൾ, ഇവയ്ക്ക് പുറമെ ഉയർന്ന വേഗതയുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഉൽപ്പാദനക്ഷമമായ തൊഴിൽ അന്തരീക്ഷത്തിന് ആവശ്യമായ മറ്റ് അവശ്യ സൗകര്യങ്ങൾ കോവർക്ക് സ്പേസ് ഉറപ്പുവരുത്തുന്നു. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. 14 ജില്ലകളിലായി 4,100ഓളം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഹാർഡ്വെയർ, ഹെൽത്ത് കെയർ, ഫിൻടെക്, ബയോടെക്നോളജി തുടങ്ങി റോബോട്ടിക്സിൽ വരെ മികവ് തെളിയിച്ച സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രഫീൻ ഇന്നൊവേഷൻ സെന്റർ എറണാകുളത്ത് ആരംഭിക്കുന്നതുൾപ്പെടെ വിപ്ലവകരമായ പരീക്ഷണങ്ങളിലൂടെ വ്യവസായ കേരളം പുത്തൻ ചരിത്രം രചിക്കുകയാണ്. ടൂറിസം രംഗത്തുവരെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളെ ലോകോത്തര ബ്രാൻഡാക്കി ഉയർത്തിക്കാട്ടുന്ന കേരള ബ്രാൻഡിംഗ് തുടങ്ങി പുത്തനാശയങ്ങളിലൂടെ വ്യവസായ മേഖലയെ സംസ്ഥാന സർക്കാർ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നു. ലക്ഷക്കണക്കിന് തൊഴിലും അനേകർക്ക് പുതുജീവിതവും സമ്മാനിച്ച് വ്യവസായ കേരളം മുന്നേറുമ്പോൾ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളും പ്രവർത്തന മികവിൽ പുത്തൻ പ്രതീക്ഷയായി വളരുന്നു. അതിലൂടെ ഉൽപാദനത്തിലും സാങ്കേതിക വിദ്യയിലും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് കേരളത്തിന്റെ പ്രയാണം. കമ്പനികളെ കൂടുതൽ വ്യക്തമായി ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പുതിയ സ്ഥാപനം ഉണ്ടാക്കുകയും അതിൻ്റെ നടപടികളിൽ ഭാഗമായി എല്ലാ കമ്പനികളിലെയും വളരെ സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനും അതിൻ്റെ പെർഫോമൻസും ബിസിനസ് പ്ലാനും എല്ലാം ഗവൺമെൻറ്റുമായിട്ട് ഒപ്പിടുന്ന പുതിയ നടപടികൾ ഏറ്റവും ആദ്യമായി കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാ മാസവും കമ്പനികളുടെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ടുകളും അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളും നിർദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഫലമായി പല കമ്പനികളും ലാഭത്തിലേക്ക് വരികയും പുതിയ പുതിയ പ്രോഡക്റ്റുകളിലും പുതിയ പുതിയ മേഖലകളും നേടി മുന്നേറുവാനും സാധിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പബ്ലിക് സെക്ടർ കമ്പനിയായ കയർ കോർപ്പറേഷൻ വാൾമാർട്ടിലേക്ക് വരെ പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിൽ വന്നു. സംരംഭക സമൂഹത്തിന് ആത്മവിശ്വാസം പകർന്നുകൊണ്ടാണ്
സംസ്ഥാന സർക്കാർ വ്യവസായ രംഗത്ത് മുന്നേറ്റം ഉറപ്പാക്കുന്നത്. അതിന്റെ ഭാഗമാണ് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ. സ്ഥലദൗർലഭ്യം എന്ന കേരളത്തിന്റെ പരിമിതി മറികടക്കാൻ 4 വർഷത്തിനുള്ളിൽ 1000 ഏക്കർ സ്ഥലം വ്യവസായങ്ങൾക്കായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളം സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് പദ്ധതി ആരംഭിച്ചത്. 10 ഏക്കറിലധികം ഭൂമിയുള്ള വ്യക്തികൾ, സ്വകാര്യ കമ്പനികൾ, സഹകരണ സംഘങ്ങൾ തുടങ്ങിയവർക്ക് സർക്കാർ സഹായത്തോടെ വ്യവസായ പാർക്കുകൾ തുടങ്ങാൻ അനുമതി നൽകുന്ന പദ്ധതിയിൽ 20 പാർക്കുകൾക്ക് സർക്കാർ ഇതിനകം അനുമതി ലഭ്യമാക്കി കഴിഞ്ഞു. ഇതിലൂടെ 500 ഏക്കറിലധികം ഭൂമി വ്യവസായ ഭൂമിയായും കോടിക്കണക്കിന് രൂപയുടെ പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിന്റെ വികസന ഭൂപടത്തിന് അലങ്കാരമായും മാറുകയാണ്. വ്യവസായം പുരോഗമിക്കണം, അല്ലെങ്കിൽ സ്ഥലപരിമിതികൾ ഉള്ള ആ സാഹചര്യങ്ങളിൽ വേറിട്ട ഒരു ചിന്താഗതിയോടുകൂടി വ്യവസായ പാർക്കുകൾ സ്വകാര്യ മേഖലകളിൽ തുടങ്ങണം എന്നുള്ള ആ ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു നീക്കം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വളരെ അനുഗ്രഹപ്രദമായി. ഞങ്ങൾ ആ ഒരു സമയത്ത് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ 2023 വന്നത് കണ്ടു. അതിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസ് ഫുഡ്സ് പുതിയ ഒരു പ്രോജക്റ്റായിട്ട് ജേക്കബ് ആൻഡ് റിച്ചാർഡ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന പേരിൽ ഒരു സ്ഥാപനത്തിന് അപ്ലൈ ചെയ്തു. ഏതാണ്ട് ഒരു 2 മാസങ്ങൾ കൊണ്ട് അതിൻ്റെ സ്ക്രൂട്ടിനി മറ്റു കാര്യങ്ങളെല്ലാം നടത്തി വളരെ വേഗം തന്നെ അതിൻ്റെ പെർമിറ്റ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു ഡെവലപ്പർ പെർമിറ്റ് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ഉടൻ തന്നെ ഞങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. കിൻഫ്രയുടെ വ്യവസായ IT പാർക്കുകളിലൂടെ വ്യത്യസ്ത മേഖലകളിലുള്ള സംരംഭകർക്ക് സംസ്ഥാന സർക്കാർ മികച്ച ആവാസ വ്യവസ്ഥയും സൗകര്യങ്ങളും ഒരുക്കി നൽകുകയാണ്. 31 വ്യവസായ പാർക്കുകളിലായി വിവിധ മേഖലകളിലുള്ള 1200 യൂണിറ്റുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഇന്റർനാഷണൽ അപ്പാരൽ പാർക്ക്, കിൻഫ്ര ഫിലിം, വീഡിയോ ആൻഡ് IT പാർക്ക്, കിൻഫ്ര എക്സ്പോർട്ട് പ്രൊമോഷൻ ഇൻഡസ്ട്രിയൽ പാർക്ക്, പവർ ആൻഡ് യൂട്ടിലിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയും കിൻഫ്രയുടെ ഭാഗമാണ്. വ്യവസായ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന തരത്തിലാണ് തിരുവനന്തപുരത്തെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി, കൊച്ചിയിലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ, തൊടുപുഴയിലെ സ്പൈസസ് പാർക്ക്, കാക്കനാട്ടെ ഇന്റർനാഷണൽ എക്സിബിഷൻ കം കൺവെൻഷൻ സെന്റർ, രാമനാട്ടുകരയിലെ അഡ്വാൻസ്ഡ് ടെക്നോളജി പാർക്ക്, പാലക്കാട്ടെ മെഗാ ഫുഡ് പാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗവൺമെൻറ് ചെയ്തു തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള ഒരു ഫെസിലിറ്റിയാണ്. പിന്നെ നമുക്ക് ഈ ഫുഡ് പാർക്കിനകത്ത് കിട്ടുന്ന KSIDCയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ സംരംഭം നടത്താനും അത് എക്സ്പാൻഡ് ചെയ്യാനും കിട്ടുന്ന ഒരു സപ്പോർട്ടും ഭയങ്കര വലുതാണ്. KSIDCയുടെ പുറത്ത് ലാൻഡിൽ നിന്ന് സംരംഭം നടത്തുന്നതിനേക്കാൾ ഒരുപാട് ഈസിയാണ് ഇവരുടെ KSIDCയുടെ ഉള്ളിൽ നമുക്ക് സംരംഭം നടത്താൻ. ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പേര് സൺ അക്വാട്ടിക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റാണ്. KSIDCയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പ്രൊജക്റ്റ് നല്ല രീതിയിൽ പ്രവർത്തനം കൊണ്ടുപോകുന്നു. ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇതേ രീതിയിലുള്ള പ്രൊജക്റ്റിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വളരെയധികം പ്രോത്സാഹനം കിട്ടുന്ന ഒരു സംരംഭമാണ് KSIDC ഇവിടെ മെഗാ ഫുഡ് പാർക്ക് എന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്നത്. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്ക് കേന്ദ്ര അനുമതി നേടിയ കേരളം പാലക്കാട്ട് വ്യവസായ ക്ലസ്റ്ററും കൊച്ചിയിൽ ഗിഫ്റ്റ് സിറ്റിയും വികസിപ്പിക്കുന്നതിനും കിൻഫ്രയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. 1710 ഏക്കറിൽ നിലവിൽ വരുന്ന ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിനായി സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാവുകയാണ്. കേരളത്തിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരുന്ന കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്കായുള്ള 82% സ്ഥലവും 2022 തന്നെ ഏറ്റെടുത്ത കേരളം കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന SPV മുഖേനയാണ് വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നത്. ഭക്ഷ്യസംസ്കരണം മുതൽ സെമി കണ്ടക്ടറുകൾ വരെ നിർമ്മിക്കുന്നതിനുള്ള മികച്ച സംരംഭങ്ങൾ, പ്രാദേശിക വിപണി, 500,000-ലധികം പേർക്ക് ജോലി, ഒപ്പം ബാങ്കിംഗ്, ഇൻഷുറൻസ്, അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ് തുടങ്ങിയ രംഗങ്ങളിലെ ബഹുരാഷ്ട്ര കമ്പനികൾ പ്രവർത്തിക്കുന്ന ആഗോള ധനകാര്യ കേന്ദ്രമായി കൊച്ചിയെ വളർത്തിയെടുക്കുന്നതിനു കൂടിയാണ് ഈ വ്യവസായ ഇടനാഴിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ ഏത് പദ്ധതികൾ വന്നെങ്കിലും ആ പദ്ധതികൾക്ക് വളരെ സൗകര്യമായിട്ട്
ഉള്ള സൗകര്യങ്ങളാണ് കേരള ഗവൺമെൻറ് ഈസ് ഓഫ് ഡൂയിങ്ങിലൂടെ കൊടുക്കുന്നത്. വിദേശ മലയാളികളെ സംബന്ധിച്ചും മറ്റുള്ളവരെ സംബന്ധിച്ചും കേരളത്തിൽ എവിടെയും പ്രൊജക്റ്റുകൾ, സംരംഭങ്ങൾ തുടങ്ങി പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി ലഭ്യമാകുവാൻ ഉള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റുകളും തുടങ്ങാനുള്ള എല്ലാമായ സൗഹൃദ അന്തരീക്ഷമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. വ്യാവസായിക ഉപയോഗത്തിന് മതിയായ സ്ഥലമില്ലെന്നതാണ് വ്യവസായ കേരളം എക്കാലവും നേരിടുന്ന വെല്ലുവിളി. അതിന് മികച്ച പരിഹാരമെന്ന നിലയിലും യുവസംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും ഗവേഷണാധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ വ്യാവസായിക ഉൽപ്പാദന വേഗത വർദ്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാർ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകളെന്ന നവീനാശയം യാഥാർത്ഥ്യമാക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികച്ച ഏകോപനം പ്രോത്സാഹിപ്പിക്കാനും സ്റ്റാർട്ടപ്പുകൾക്കും ഇന്റേൺഷിപ്പിനും മതിയായ ഇടം നൽകാനും ലക്ഷ്യമിടുന്ന ഈ പദ്ധതി നമ്മുടെ യുവജനങ്ങളുടെ സംരംഭക ഭാവിയിലേക്കുള്ള പ്രതീക്ഷയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ തന്നെ ഇന്റേൺഷിപ്പുകളിലൂടെയും അതോടൊപ്പം സ്കിൽ ഡെവലപ്മെൻറ്റുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും എക്സ്പീരിയൻസ് ഉണ്ടാക്കാനുമൊക്കെ ഒരുപാട് സഹായകരമായിട്ടുണ്ടായിരുന്നു. വ്യവസായ വിപ്ലവം 4.0 നടപ്പിലാക്കാൻ രാജ്യത്തെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കേരളമാണെന്ന തിരിച്ചറിവിൽ 22 മുൻഗണനാ വ്യവസായങ്ങളിൽ ഊന്നിയാണ് ഇപ്പോൾ കേരളം മുന്നേറുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന് ലഭിച്ച അംഗീകാരത്തിന് തുടർച്ച സൃഷ്ടിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിയും സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മികച്ച പ്രോത്സാഹനം നൽകിയുമെല്ലാം നമ്മുടെ കേരളം രാജ്യത്തിന് മാതൃക തീർക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു ചെറിയൊരു സംരംഭകനായിരുന്നു. ഒരു 2 ലക്ഷം രൂപയിൽ ബിസിനസ് തുടങ്ങിയ ഒരാൾ ഇന്ന് ഞാൻ 150 കോടി ടേൺ ഓവർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഡയറക്ടറാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിൽ എല്ലാ രീതിയിലുള്ള ഗവൺമെൻറ്റുകളിൽ നിന്നും കിട്ടുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയേറെ താഴോട്ടിറങ്ങിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ സംരംഭകർക്ക് ഇതിൽ കൂടുതൽ കിട്ടാൻ വേറൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ചെന്നാലും അവർ ചോദിക്കുകയാണ് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ആവശ്യം മനസ്സിലാക്കി നമ്മളെ വീണ്ടും അവർ ഒരു പ്രൈവറ്റ് സെക്ടർ വർക്ക് ചെയ്യുന്നത് പോലെയാണ് ഇന്നൊരു ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത്. പരിമിതമായ സാമ്പത്തിക വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഈ രംഗത്ത് നമ്മുടെ നാടിന്റെ മുന്നേറ്റം പിണറായി വിജയൻ സർക്കാർ ഉറപ്പാക്കുന്നത്. കഠിനാധ്വാനവും ചിട്ടയായ പ്രവർത്തനവും കൊണ്ടുറപ്പാക്കിയ പെരുമ, അതാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലൂടെ നാം ഇപ്പോൾ നേടിയ കേന്ദ്ര അംഗീകാരം. അതുകൊണ്ട് ഇനിയും വളരണം വ്യവസായങ്ങളും നിക്ഷേപങ്ങളും, തുടരണം നമ്മുടെ നാടിന്റെ മുന്നേറ്റം. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരാണ് തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി ഇവിടെ ഒരു വ്യവസായം തുടങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ശ്രമം ചുവപ്പ് നാടയിൽ കുരുങ്ങുന്നു, വലിയുന്നു, ഇഴയുന്നു. രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നിങ്ങൾ ഈ കാലം മാറിയതൊന്നും അറിയണില്ലേ? യൂത്തൊക്കെ അപ്ഡേറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചത്. എടോ, വരവേൽപ്പും മിഥുനം പോലുള്ളൊരു സിനിമയൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല. എടോ, അതിനൊക്കെ KSFന്റെ വെബ്സൈറ്റിലൊന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ആവശ്യമുള്ള ലൈസൻസുകളും അനുമതികളും എല്ലാം നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നോളും. അറിയാവോ? വ്യവസായം തുടങ്ങാൻ ആവശ്യമായ എല്ലാവിധ ലൈസൻസുകൾക്കും അനുമതികൾക്കുമായി വ്യവസായ വകുപ്പിന്റെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റമായ KSwift രജിസ്റ്റർ ചെയ്യൂ. എന്നാൽ ഞാൻ പുതിയൊരു സബ്ജക്റ്റായിട്ട് ഒന്നും കൂടി വരാം.